5 രൂപ തരാൻ. അങ്ങനങ്ങ് പോയാലോ? കത്തി കളിക്കാനുള്ള സാധനമല്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര പൊടിയും. Maybe we are poor, coolies, trolley pullers, but we are not beggars. അങ്ങാടി സിനിമയിലെ യൂണിയൻകാരനായ ജയനെ കണ്ടതോടുകൂടി അച്ഛൻ കൃഷിപ്പണിയൊക്കെ നിർത്തി ചുമത്തൊഴിലാളിയായി. If you dare to say that word once more, Let it be the last time. If you are dare to say that word once more, I will pull out your bloody tongue. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ എന്തിനാ? ഇവന് ജയന്റെ വട്ടാണ്. പിന്നല്ലാണ്ട് സുരച്ചേട്ടാ, എന്തുപറ്റി? നമ്മുടെ നെക്സ്റ്റ് ചന്ദ്രൻ ഇന്ന് ഇറങ്ങും. നക്സലൈറ്റ്. നീ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അതല്ല, എന്നാലും നീ എങ്ങനെയാടാ നക്സലൈറ്റ് ആയത്? A handicapped man walking on a bridge. No! Yes, സഹോദര, പ്ലീസ് ഈ വണ്ടിയിലോട്ടൊന്ന് കയറണം. താങ്കൾക്ക് പോകേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കാം. വേണ്ടേട്ടാ, ഞാൻ നടന്നോളാം. അയ്യോ, അങ്ങനെ പറയരുതേ. ദൈവം എനിക്ക് സൗകര്യങ്ങളെ കൊണ്ടേ തന്നത് താങ്കളെപ്പോലുള്ളവരെ സഹായിക്കാനാണല്ലോ. അല്ലേ? പ്ലീസ് കയറൂ. വേണ്ടായിരുന്നു. ദൈവമേ, ഞാൻ കൃതാർത്ഥനായി. ഈ ഉച്ചവെയിൽ കൊണ്ട് എവിടെ പോവുകയായിരുന്നു? ആസ്പത്രി വരെ. ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല. അല്ലേ സഹോദര? ചേട്ടാ, ഒന്ന് നിർത്തി. ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ലൈറ്റ് ആയി. ഓട്ടടാ, സാരമില്ല. തൊട്ടുപോകെ തന്നെ ഇടികൊണ്ട് അത്രേ ഉള്ളൂ. കോളിളക്കം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് സിനിമാ താരം ജയൻ കൊല്ലപ്പെട്ടു. സുരേ, ജയൻ പോയി ചന്ദ്രൻ. ജയനില്ലാത്ത ഈ ലോകത്ത് ഞാനിനി ഉണ്ടാവില്ല. ഞാനും മരിക്കാൻ പോവുക. നീ എന്താണ് സുരേ പറയണത്? നീ മരിച്ചിട്ടല്ല ജയനോടുള്ള സ്നേഹം കാണിക്കേണ്ടത്, ജീവിച്ചു കാണിക്ക് ജയനെ പോലെ. നിനക്കത് പറ്റും. മലയാള സിനിമയിൽ നീയാണിനി ജയൻ, ജൂനിയർ ജയൻ. ദൈവമേ, പറഞ്ഞത് അപ്പത്തോയ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. സ്ക്രീനിൽ കാണാം. ഇനി ജയനായിട്ട് വരണോട്ടോ. ഓക്കെ, ചിന്താബാ. സ്ക്രീനിൽ കാണാം. മലയാള സിനിമയിൽ ജയന്റെ വിടവ് നികത്താൻ നാട്ടുകാരുടെ എല്ലാ ആശീർവാദങ്ങളോടെ അച്ഛൻ മദിരാശിക്ക് വണ്ടി കയറി. കണ്ടാ, ബസ്സിൽ കിടന്ന് യാത്രയാണ് സ്ഥലമായിട്ടും ജയനെ പോലെ കവിമ തൂങ്ങി പിടിച്ച് പോകാൻ. മലയാള സിനിമയിലേക്ക് ഇതാ ഒരു ജൂനിയർ ജയൻ എത്തിയിരിക്കുന്നു. നാളെ മുതൽ കട്ടപ്പന സന്തോഷ് ടാക്കീസിൽ ഭീമൻ 3 കളികൾ. ഭീമൻ ജൂനിയർ ജയൻ രഘുവിനോടൊപ്പം
വെള്ളിത്തിരയിൽ നിങ്ങളുടെ ഇഷ്ടതാരങ്ങളും വരുവിൻ കാണുവിൻ. ജയന്റെ വിടവ് നികത്താൻ ഭീമം വന്ന സ്ഥിതിക്ക് ഇനി അർജുനന്റെയും നകുലന്റെയും സഹദേവന്റെ സുരേന്ദ്രന്റെ ആവശ്യമില്ല. എടാ നാണ്ടടാ കട്ടപ്പനല്ല ജയം വന്നേക്കുന്ന. ജയനാവും പോയിട്ട് ജഗ്ഗുമായിട്ടാണല്ലോ നീ തിരിച്ചു വന്നേക്കണത്. പ്രേമനസീന്റെ ഷീലക്കൊക്കെ സുഖം തന്നെയാണോ ജയ? സുര വിളിച്ച ജയനാകത്തില്ല. ചുമ്മാ കട്ടപ്പനക്കാരുടെ വില കളയാതെ അവൻ നടനേകാൻ നടക്കുന്നു. നിർത്തടാ. ശരിയാ, എനിക്കൊരു നടനാവാൻ പറ്റിയില്ല, എനിക്കൊന്നും ആവാൻ പറ്റിയില്ല. പക്ഷെ ഈ നാട്ടുകാരെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, എന്റെ മോനെ ഞാനൊരു നടനാക്കും. എല്ലാവരും കൊതിക്കുന്നൊരു നടൻ, ഒരുപാട് ആരാധകരുള്ള നല്ലൊരു നായക നടൻ. നോക്കിക്കോ, ഞാനാ പറയുന്നത്. ഇങ്ങനെ നാട്ടുകാരെ വെല്ലുവിളിച്ചെങ്കിലും അച്ഛനന്ന് കല്യാണം പോലും കഴിച്ചിട്ടില്ലായിരുന്നു. സുന്ദരിയായ ഒരു പെണ്ണിനെ കെട്ടി സുന്ദരനായ ഒരു നായകന് ജന്മം നൽകാൻ അച്ഛന് വാശിയായി. അതിനുവേണ്ടി അച്ഛൻ വീണ്ടും ഒരുങ്ങിയിറങ്ങി. എന്താ പേര്? ഇങ്ങോട്ട് ഇരിക്കേ, എന്നിട്ട് ഇത് കഴിക്കും. എനിക്ക് വേണ്ട. എന്നാ ഇത് കഴിക്കും, ഇതെങ്കിലും കഴിക്കും. എനിക്ക് വേണ്ട. അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊന്നും നിനക്ക് വേണ്ടിയല്ല, നമ്മുടെ മോന് വേണ്ടിയാ, വരാൻ പോകുന്ന നമ്മുടെ നായകന് വേണ്ടി. എനിക്കിത് മതി. ഈ ഞാവൽപ്പഴം. ഞാവൽപ്പഴോ? മോനെ ബ്ലൈഡ് എന്തിനാ? നഖം കടിച്ചൂടാന്നാ. കട്ടപ്പന ഗവൺമെന്റ് ആശുപത്രിയിലെ പ്രസവമുറിക്ക് മുമ്പിൽ എൻ്റെ അച്ഛൻ കാത്തിരുന്നത് സ്വന്തം കുഞ്ഞിനെയല്ല, മലയാള സിനിമയിലേക്ക് എല്ലാം തികഞ്ഞൊരു നായകനെയാണ്. അയക്കാരൻ്റെ പോയി ശുഭലക്ഷണം. സുരേന്ദ്രൻ ഞാനാ. ആൺകുട്ടിയാ. എവിടെ? മലയാള സിനിമയുടെ ഭാവികാല സൂപ്പർ സ്റ്റാറിനെ ഞാനൊന്ന് കാണട്ടെ. എടാ കറുമ്പ, ഇത് ജയന്റെ സിനിമ പോലെയല്ല, കരിവരുണ്ട ജീവിതങ്ങളെ. അമ്മ ഞങ്ങളെ വിട്ടുപോയ കാര്യം പോലും അച്ഛൻ പെട്ടെന്ന് മറന്നു. എന്നെ സിനിമാ നടനാക്കാനുള്ള തിരക്കിലായിരുന്നു അച്ഛൻ. ആഹാ, മിടുക്കനായി. ബെൽറ്റ് മാത്രം കുറച്ച് വീതി കുറഞ്ഞു പോയി. സാരമില്ല, നമുക്ക് വേറെ വാ.